താങ്കൾ ഒരു പരീക്ഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ചോദ്യങ്ങൾക്ക് അതെ എന്നാണ് താങ്കളുടെ ഉത്തരമെങ്കിൽ ഒരു പ്ലസ് മാർക്കും അല്ലെങ്കിൽ ഒരു മൈനസ് മാർക്കും ലഭിക്കും. താങ്കൾക്ക് ഓരോ ദിവസവും അല്ലാഹു നൽകുന്ന 86,400 സെക്കൻഡുകളിൽ നിന്ന് ഏതാനും സമയം ഖുർആൻ പാരായണത്തിനു വേണ്ടി നീക്കിവെക്കാറുണ്ടോ? വിശുദ്ധ ഖുർആൻ ഒരു തവണയെങ്കിലും പൂർണ്ണമായി പാരായണം ചെയ്തിട്ടുണ്ടോ? താങ്കൾ ഖുർആൻ അർത്ഥസഹിതം ഒരു തവണ പൂർണ്ണമായി വായിച്ചിട്ടുണ്ടോ? 5 നേരത്തെ നമസ്കാരങ്ങളിൽ നിരന്തരം പാരായണം ചെയ്യുന്ന വചനങ്ങളുടെ അർത്ഥമെങ്കിലും ശരിയായ രീതിയിൽ അറിയുമോ? ഫേസ്ബുക്ക്, വാട്സാപ്പ് പോസ്റ്റുകളിൽ നിന്ന് പലവിധ വിജ്ഞാനങ്ങൾ നേടുന്ന നാം അറിവിന്റെ കേദാരമായ വിശുദ്ധ ഖുർആനിൽ നിന്ന് നിരന്തരം അറിവുകൾ നേടാറുണ്ടോ? അല്ലാഹു തന്ന ഓർമ്മശക്തി അവന്റെ ഗ്രന്ഥം മനഃപ്പാഠമാക്കാൻ ഉപയോഗിക്കാറുണ്ടോ? നിരവധി ഭൗതിക സൗകര്യങ്ങളുള്ള വീട്ടിൽ ഖുർആൻ പഠിക്കാൻ ഒരു തഫ്സീർ ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാറുണ്ടോ? ഖുർആനിന്റെ അർത്ഥവും ആശയവും ഗ്രഹിക്കാവുന്ന ഏതെങ്കിലും സ്ഥിരം പഠന സംരംഭത്തിൽ താങ്കൾ പങ്കെടുക്കാറുണ്ടോ? ആ കാര്യം ഞാൻ വേണ്ടെന്ന് വച്ചത് ഇന്ന വചനം കൊണ്ടായിരുന്നു എന്ന് പറയാൻ കഴിയും വിധം ഏതെങ്കിലും ഒരു വചനം താങ്കൾക്ക് സ്വാധീനിച്ചിട്ടുണ്ടോ? താങ്കൾക്കങ്ങനെ പറയാനുണ്ടോ? ഏതെങ്കിലും ഖുർആൻ വചനത്തിന്റെ അർത്ഥവും ആശയവും താങ്കളുടെ മിഴികൾ നനച്ചിട്ടുണ്ടോ? വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ വചനമാണെന്ന സന്ദേശം പ്രചരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ടോ? ഈ ചോദ്യങ്ങൾക്ക് ലഭിച്ച പ്ലസ് മാർക്ക് മനസ്സിലെ ഒരു ചതുരക്കള്ളിയിലും മൈനസ് മാർക്ക് മറ്റൊരു കള്ളിയിലും ചേർക്കുക. ശേഷം പ്ലസ് മാർക്കിൽ നിന്ന് മൈനസ് മാർക്ക് കുറയ്ക്കുമ്പോൾ താങ്കൾക്ക് എത്ര മാർക്ക് ലഭിക്കുന്നുണ്ട്? സുഹൃത്തെ, ഇതിൽ താങ്കൾ സംതൃപ്തനാണോ?